ആര്യൻ തന്നെ ഉപദ്രവിച്ചതും കൈ തട്ടി മാറ്റിയതും കാര്യം അനുമോള് ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടും ഫിസിക്കൽ അസോൾട്ടാണ് ആര്യൻ ചെയ്തത്. അനുമോളെ മാത്രമല്ല, നമ്മുടെ അനീഷ് ഏട്ടനെയും കാറിലിരുന്ന് ഈ സെയിം പ്രവൃത്തി ചെയ്തു. ഈ 2 വട്ടം ചെയ്തിട്ടും അതിനകത്ത് ലാലേട്ടൻ പ്രതികരിച്ചില്ല. പക്ഷേ ഡോക്ടർ റോബിൻ ഇതുപോലത്തെ ഒരു സംഭവം ചെയ്തതിനാണ് ഡോക്ടറിനെ ഇറക്കി വിട്ടത്. ഓക്കെ, അത് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ആര്യൻ ഒരു തവണയല്ല പലപ്പോഴായിട്ട് ഇതുപോലത്തെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അനുമോൾ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അനുമോൾ പറയേണ്ട, ലാലേട്ട വീണ് കിടന്ന സമയത്ത് ആര്യൻ ചിരിക്കുമായിരുന്നു. അത് വീഡിയോയും ഇട്ട് കാണിച്ചു കൊടുത്തതാണ് അന്നേരം തന്നെ. ചിരിച്ചുകൊണ്ട് നടന്നിട്ട് വെറും ഫേക്ക് ആണെന്ന് പറഞ്ഞ് അതിലേക്കൂടെ നടന്നിട്ട് പെട്ടെന്ന് ഞങ്ങളെല്ലാവരും പിടിക്കുന്ന കണ്ടപ്പോൾ ആര്യൻ വന്ന് പിടിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ആര്യനോട് ഞാൻ പിടിക്കരുതെന്ന് പറഞ്ഞത്. ആ സമയത്ത് ആര്യൻ എൻ്റെ കൈ തട്ടി മാറ്റുമായിരുന്നു. പക്ഷേ ആ ഒരു വീഡിയോ, കൈ തട്ടി മാറ്റുന്ന അല്ലെങ്കിൽ അനുമോളെ തള്ളുന്ന ഒരു വീഡിയോ ലാലേട്ടൻ അതിനകത്ത് പ്ലേ ചെയ്തില്ല. അത് മാത്രമല്ല, എപ്പിസോഡിലും അത് വിസിബിളായിട്ട് വന്നില്ല. ലൈവിലും അത് ജസ്റ്റ് കണ്ണാടി കൂടെ മാത്രമാണ് കാണാൻ സാധിച്ചത്. എപ്പിസോഡിൽ അത് കറക്റ്റ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. പക്ഷേ ഇത്രയൊക്കെ കേട്ടിട്ടും ലാലേട്ടൻ പറയാണ്, കുഴപ്പമില്ല, നമ്മളിപ്പം ഷാനവാസിൻ്റെ കാര്യമല്ലേ പറയുന്നത്, അത് വിട്ടേക്ക് എന്നുള്ള രീതിയിൽ അവിടെ ഇരുത്തി. അതിനെക്കുറിച്ച് സംസാരിച്ചില്ല. എന്നാൽ ആര്യനോടൊരു വാണിംഗ് കൊടുത്തിട്ടില്ല. നമ്മുടെ അനീഷേട്ടനെ അടിച്ചു, വാണിംഗ് കൊടുത്തില്ല. ആര്യൻ നീ അങ്ങനെ ചെയ്യരുത്, അത് ഫിസിക്കൽ അസോൾട്ടാണ്, ദേഷ്യം വരുമ്പോൾ നീ അങ്ങനെ അടിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞില്ല. പക്ഷേ ആര്യൻ്റെ ഭാഗം എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയമൊക്കെ നല്ല വൃത്തിക്ക് ലാലേട്ടൻ കൊടുത്തിട്ടുണ്ട്. ആര്യൻ പറഞ്ഞു, ആദ്യം ഞങ്ങൾ ചിരിച്ചു, പക്ഷേ അത് സീരിയസ് ആണെന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ കയറി പിടിക്കാൻ ചെന്നപ്പോൾ അനുമോള് സമ്മതിച്ചില്ല ലാലേട്ട, അതുകൊണ്ടാണ് ഞാൻ കൈ തട്ടിയത്. അപ്പോൾ കൈ തട്ടിയാൽ കുഴപ്പമില്ലല്ലേ, അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഫിസിക്കലി ചെയ്യാം. ഇത് നേരെ മറിച്ച് അനുമോളാ ചെയ്തെങ്കിലോ, ഷാനവാസിക്ക് അനീഷേട്ടനോ ചെയ്തെങ്കിൽ ഇവർ വെറുതെ വിടൂ. ഫിസിക്കൽ അസോൾട്ട് എന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് കൂകി വിളിച്ചേ. ഇപ്പം ഇങ്ങോട്ട് ചെയ്തതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പം ഇവരൊക്കെ ബിഗ് ബോസിൻ്റെ പുത്രന്മാരാണ്. എന്തുകൊണ്ട് ആ ഒരു സ്ക്രിപ്റ്റിനകത്ത് അത് കൊടുത്തില്ല, എന്തുകൊണ്ട് ആരെയും ക്വസ്റ്റ്യൻ ചെയ്തില്ല? അപ്പം നിങ്ങൾക്കൊക്കെ ഇതിനെക്കുറിച്ച് എന്താ തോന്നുന്നതെന്നുള്ളതിൻ്റെ ഒരു കമൻറ്റ് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്ക്. ഇതിലെങ്കിലും നമുക്ക് രേഖപ്പെടുത്താമല്ലോ. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അനുമോൾക്ക് വേണ്ടത്ര നീതി ലഭിച്ചിട്ടില്ല.